കുരുക്ഷേത്ര യുദ്ധം ചരിത്രത്തിലെ ഏറ്റവും വലിയ ധർമ്മയുദ്ധം. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ, ആ യുദ്ധത്തിൽ പാണ്ഡവന്മാർ അല്ല ദുര്യോധനൻ ആയിരുന്നു ജയിച്ചിരുന്നെങ്കിലെന്ന്? ധർമ്മം തോറ്റ ലോകം, അധർമ്മം ഭരിച്ച സാമ്രാജ്യം, ശ്രീകൃഷ്ണൻ പോലും പരാജയപ്പെട്ട ഒരു യാഥാർത്ഥ്യം. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ചത് അർജുനന്റെ വീര്യം കൊണ്ടോ അതോ ഭീമന്റെ ശക്തി കൊണ്ടോ, അല്ലെങ്കിൽ കൃഷ്ണന്റെ ബുദ്ധി കൗശലം കൊണ്ടോ? അതെ, ഈ മൂന്നും ചേർന്നതാണ് വിജയം. പക്ഷേ ഒരു ചെറിയ മാറ്റം, ഒരു ചെറിയ തീരുമാനം ചരിത്രം മുഴുവൻ മാറ്റിയേനെ. എന്ത് സംഭവിച്ചാൽ ദുര്യോധനൻ ജയിക്കും? കർണൻ മരിക്കാതെ ജീവിച്ചാൽ, ഭീഷ്മർ പൂർണ്ണമായും ശക്തിയോടെ പോരാടിയിരുന്നെങ്കിൽ, ദ്രോണർ മരിക്കാതെ നിന്നാൽ, കൃഷ്ണന്റെ തന്ത്രം പരാജയപ്പെട്ടാൽ, ഈ 4 കാര്യങ്ങൾ മാത്രം മതിയായിരുന്നു പാണ്ഡവർ തകർന്നു വീഴാൻ. ഭീമനും ദുര്യോധനനും തമ്മിലുള്ള ഗദായുദ്ധം. പക്ഷേ ആ അവസരത്തിൽ കൃഷ്ണൻ ഭീമനോട് ദുര്യോധനനെ വധിക്കുവാനുള്ള രഹസ്യം ആംഗ്യത്തിൽ കാണിച്ചു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ നിയമങ്ങൾ ലംഘിക്കപ്പെടുകയില്ലായിരുന്നു. അങ്ങനെ ഭീമൻ തോൽക്കുമായിരുന്നു. അർജുനൻ കർണന്റെ മുൻപിൽ വീഴുന്നു, ഗാണ്ഡീവം നിലത്ത് വീഴുന്നു, പാണ്ഡവർ അവസാനിക്കുന്നു. തന്മൂലം കൗരവർ ജയിക്കുന്നു, ദുര്യോധനൻ രാജാവാകുന്നു. ഹസ്തിനാപുരം ഇനി ധർമ്മത്തിന്റെ കേന്ദ്രമല്ല, അധർമ്മത്തിന്റെ ആസ്ഥാനമാകുന്നു. ശക്തിക്ക് മാത്രം പ്രാധാന്യം നൽകുന്നു. ജനങ്ങൾ ഭയത്തോടെ ജീവിക്കേണ്ടി വരുന്നു. ശകുനിയായിരിക്കും പിന്നീട് അവരുടെ തലച്ചോർ. അല്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നു. ദ്രൗപദിയുടെ വിധി അത് വളരെ ദുഷ്കരമായിരുന്നു. അവൾക്ക് നീതി കിട്ടുകയില്ല. കുന്തി മക്കളെ നഷ്ടപ്പെട്ട അമ്മ, കൃഷ്ണൻ പരാജിതനായ ദൈവം. അങ്ങനെ ലോകം അധർമ്മത്താൽ മുടിയും. ഈ ലോകത്തിൽ സത്യത്തിന് യാതൊരു വിലയും ഉണ്ടാവത്തില്ലായിരുന്നു. ശക്തൻ മാത്രം ജീവിക്കും, നീതി ഇല്ലാതാകും. ഇത് കലിയുഗം വേഗത്തിൽ വരുവാൻ കാരണമാകും. മഹാഭാരതം നമ്മെ പഠിപ്പിക്കുന്നത് ധർമ്മമൊടുവിൽ ജയിക്കും. പക്ഷേ ദുര്യോധനൻ ജയിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകം ഇതുപോലെയേ ആയിരിക്കില്ലായിരുന്നു. ചരിത്രം മാറില്ല, പക്ഷേ ചിന്ത മാറാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദുര്യോധനൻ ജയിച്ചിരുന്നുവെങ്കിൽ ലോകം നന്നായേനെയോ, അല്ലെങ്കിൽ കൂടുതൽ നാശത്തിലേക്ക് പോയേനെയോ? അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.